ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫൈറ്റോറെമഡിയേഷൻ ആണ്. ഫൈറ്റോറെമഡിയേഷൻ ഇസ് ആൻ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് യൂസിങ് പ്ലാന്റ്സ് ടു റിമൂവ്, ഡീടോക്സിഫൈ ഓർ സ്റ്റെബിലൈസ് വേരിയസ് പൊല്യൂട്ടൻസ് ഫ്രം സോയിൽ, വാട്ടർ ആൻഡ് എയർ. ഫൈറ്റോറെമഡിയേഷൻ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ളൊരു പ്രോസസ്സാണ്, ഒരു എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി പ്രോസസ്സാണ്. അതുപോലെ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ്. എന്താണ് അവിടെ നമ്മൾ ചെയ്യുന്നത്? മണ്ണിലും വായുവിലും വെള്ളത്തിലും അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ സസ്യങ്ങളുടെ സഹായത്തോടെ നീക്കം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈറ്റോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് യൂസിങ് പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, സസ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യുകയോ ഡീടോക്സിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുകയോ പല പൊല്യൂട്ടൻസിനെയും, സോയിലിൽ നിന്നും വാട്ടറിൽ നിന്നും എയറിൽ നിന്നുമുള്ള പൊല്യൂട്ടൻസിനെ നമ്മൾ റിമൂവ് ചെയ്യുകയും ഡീടോക്സിഫൈ ചെയ്യുകയും സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈറ്റോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സസ്റ്റൈനബിൾ അപ്രോച്ച് to environmental cleanup and pollution mitigation, relying on natural abilities of certain plants to absorb, accumulate or break down contaminants. ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്, സുസ്ഥിരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇവിടെ നമ്മൾ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ക്ലീനപ്പും അതുപോലെ പൊല്യൂഷൻ മൈറ്റിഗേഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. പൊല്യൂഷൻ ലഘൂകരിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ്? പ്ലാന്റ്സിനെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എൻവയോൺമെൻറ്റിനെ ക്ലീൻ ചെയ്യുകയും അതുപോലെ പൊല്യൂഷനെ ലഘൂകരിക്കുകയും ചെയ്യുന്നത്. ചില പ്ലാന്റ്സിന് ചില കണ്ടാമിനൻസിനെ അക്യുമുലേറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ബ്രേക്ക് ഡൗൺ ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എൻവയോൺമെൻറ്റിലുള്ള പൊല്യൂഷനെ കുറയ്ക്കുന്നതിനെയാണ് ഫൈറ്റോറെമഡിയേഷൻ എന്ന് പറയുന്നത്. ഫൈറ്റോറെമഡിയേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. പൈറ്റോവോളറ്റൈസേഷൻ ഉണ്ട്, പൈറ്റോഡിഗ്രഡേഷൻ ഉണ്ട്, പൈറ്റോസ്റ്റെബിലൈസേഷൻ ഉണ്ട്, റൈസോഫിൽട്രേഷൻ ഉണ്ട്, പൈറ്റോഡിഗ്രഡേഷൻ, പൈറ്റോഎക്സ്ട്രാക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റോറെമഡിയേഷൻ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് phytoextraction. Phytoextraction involves the use of specific hyperaccumulator plants to absorb and accumulate metals and metalloids from contaminated soil. ഫൈറ്റോഎക്സ്ട്രാക്ഷനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പർ അക്യുമുലേറ്റർ പ്ലാന്റ്സ്, ചില പ്ലാന്റ്സിന് ചില മെറ്റൽസിനെയും മെറ്റലോയിഡ്സിനെയും അബ്സോർബ് ചെയ്യാനും അവരുടെ പ്ലാന്റ് ബോഡീസിനകത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹൈപ്പർ അക്യുമുലേറ്റർ പ്ലാന്റ്സ് ആണ്. അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹൈപ്പർ അക്യുമുലേറ്റർ പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ചില മെറ്റൽസിനെയും മെറ്റലോയിഡ്സിനെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയും അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഫൈറ്റോ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. These plants can accumulate high concentration of metals in their above ground mass. ഈ പ്ലാന്റ്സിന് അവരുടെ ഡിഫറെൻറ്റ് പ്ലാന്റ് പാർട്സിനകത്ത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽസിനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആഫ്റ്റർ ഹാർവസ്റ്റ്, the plant material is typically disposed of properly, effectively removing the contaminants from the site. ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലാന്റ് മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി നമ്മൾ ആ സൈറ്റിൽ നിന്നുള്ള കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ: ഇന്ത്യൻ മസ്റ്റാർഡ് ഫോർ കാഡ്മിയം ആൻഡ് ലെഡ്, സൺഫ്ലവർ ഫോർ റേഡിയോ ന്യൂക്ലിയൈഡ്സ്. ഇന്ത്യൻ മസ്റ്റാർഡിനൊരു കപ്പാസിറ്റി ഉണ്ട് കാഡ്മിയത്തിനെയും സിങ്കിനെയും ഹൈപ്പർ അക്യുമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്ലാന്റ് പാർട്സിനകത്ത് അക്യുമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ സൺഫ്ലവറിന് റേഡിയോ ന്യൂക്ലിയൈഡ്സിനെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് ഇസ് phytostabilization. Phytostabilization aims to immobilize and reduce the mobility of contaminants in soil, preventing their leaching into groundwater or their uptake by plants. Phytostabilization വഴി കണ്ടാമിനൻസിനെ, സോയിലിൽ കാണുന്ന കണ്ടാമിനൻസിനെ ഇമ്മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ മൂവ് ചെയ്യാനായിട്ട് അലൗ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ മൊബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർ ഗ്രൗണ്ട് വാട്ടറിലോട്ടോ അല്ലെങ്കിൽ അവരെ പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യാതിരിക്കാനും ഉള്ള സാധ്യത നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് ഫൈറ്റോസ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് വഴി. ഇപ്പോൾ ഫൈറ്റോസ്റ്റെബിലൈസേഷൻ എയിംസ് ടു ഇമ്മൊബിലൈസ്, അവരെ നിശ്ചലമാക്കുക അല്ലെങ്കിൽ അവരുടെ മൊബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുക, കണ്ടാമിനൻസിനെ മൊബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുക, സോയിലുള്ള കണ്ടാമിനൻസിൻ്റെ മൊബിലിറ്റീനെ അല്ലെങ്കിൽ അവരെ ഇമ്മൊബിലൈസ് ആക്കുക, മൊബിലിറ്റീനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇമ്മൊബിലൈസ് ആക്കുക. അതുവഴി ഗ്രൗണ്ട് വാട്ടറിലോ അല്ലെങ്കിൽ അവരെ പ്ലാന്റ്സ് അപ്ടേക്ക് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യാൻ ഉള്ള മെത്തേഡിനെയാണ് നമ്മൾ ഫൈറ്റോസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഇസ് ഓഫൺ യൂസ് ഫോർ സൈറ്റ്സ് കണ്ടാമിനേറ്റഡ് വിത്ത് ഹെവി മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ഇത് സാധാരണയായിട്ട് ഹെവി മെറ്റൽസും മെറ്റലോയിഡ്സും വെച്ച് കണ്ടാമിനേറ്റ് ചെയ്ത സൈറ്റ്സിനകത്താണ് നമ്മളിത് ചെയ്യാറുള്ളത്.
Certain plants have the ability to develop dense root systems and can modify the soil chemistry to create conditions that minimize the movement of contaminants. ചില പ്ലാന്റ്സ് എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ റൂട്ട് സിസ്റ്റം ഭയങ്കര ഡെൻസ് ആയിട്ടുള്ള റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതുവഴി അവർക്ക് സോയിലിൻ്റെ കെമിസ്ട്രി തന്നെ മോഡിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതുപോലെ ആ കണ്ടാമിനൻസ് വേറെ സ്ഥലത്തേക്ക് റിമൂവ് ചെയ്യാതെ ഇമ്മൊബിലൈസ് ആയിട്ട് നിർത്താനുള്ള കപ്പാസിറ്റിയും അവർക്കുണ്ടായിരിക്കും. എക്സാമ്പിളാണ് ടോൾ ഫെസ്ക്യൂ ഫോർ ലെഡ് ആൻഡ് ആർസനിക്, വെറ്റിവർ ഗ്രാസ് ഫോർ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. ടോൾ ഫെസ്ക്യൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ലെഡും ആർസനിക്കിനെയും ഫൈറ്റോസ്റ്റെബിലൈസേഷൻ നടക്കും. വെറ്റിവർ ഗ്രാസ് എന്ന് പറയുന്നത് മെറ്റൽസിനെയും മെറ്റലോയിഡ്സിനെയും ഫൈറ്റോസ്റ്റെബിലൈസേഷൻ നടത്തും. നെക്സ്റ്റ് ഇസ് rhizofiltration. Rhizofiltration is a technique used to remove contaminants, especially heavy metals, from contaminated water or wastewater by allowing the plant roots to filter the pollutants as the water passes through them. Rhizofiltration, ഇതിനകത്ത് ആ പേര് തന്നെയാണ് റൈസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നതിനെയാണ് റൈസോഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് വഴി നമ്മൾ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുകയാണ്. എക്സ്പെഷ്യലി ഹെവി മെറ്റൽസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൽ നിന്നോ ആണ് നമ്മൾ ഹെവി മെറ്റൽസിനെ അല്ലെങ്കിൽ ഈ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യുന്നത്. ഈ പ്ലാന്റിൻ്റെ റൂട്ട്സിലൂടെ ഈ പൊല്യൂട്ടൻസ് പാസ് ചെയ്ത് പോകുമ്പം ഈ റൂട്ട് ആ പൊല്യൂട്ടൻസിനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയും അതുവഴി വാട്ടറിൽ നിന്ന് ആ പൊല്യൂട്ടൻസ് റിമൂവ്ഡ് ആയി പോവുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റൈസോഫിൽട്രേഷൻ എന്ന് പറയുന്നത്. This method is particularly useful for treating industrial effluents or mine drainage. ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിന് വേണ്ടിയിട്ടും അതുപോലെ മൈൻ ഡ്രെയിനേജിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഈ മെത്തേഡ് യൂസ്ഫുൾ ആയിട്ട് കാണാറുള്ളത്. എക്സാമ്പിൾ വാട്ടർ ഹൈസിൻത്ത് ഫോർ ഹെവി മെറ്റൽസ്, കോമൺ റീഡ് ഫോർ ഓർഗാനിക് കണ്ടാമിനൻസ്. വാട്ടർ ഹൈസിൻത്ത് നമ്മൾ ഹെവി മെറ്റൽസിനും കോമൺ റീഡ് ഓർഗാനിക് കണ്ടാമിനൻസിനും റിമൂവ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് phytodegradation. Phytodegradation involves the use of plants to break down and detoxify organic contaminants in soil or groundwater. Phytodegradation എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി നമ്മൾ പ്ലാന്റ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള കണ്ടാമിനൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയോ ഡീടോക്സിഫൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ phytodegradation എന്ന് പറയുന്നത്. Some plants have the ability to produce enzymes or stimulate microbial activity in the root zone, leading to the degradation of pollutants. ചില പ്ലാന്റ്സിന് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ടിവിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് റൂട്ട് സോണിനകത്ത്. അതുവഴി പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് പോപ്പുലാർ ട്രീസ് ഫോർ ക്ലോറിനേറ്റഡ് സോൾവൻറ്റ്സ്, പില്ലോ ട്രീസ് ഫോർ പെട്രോളിയം ഹൈഡ്രോകാർബൺസ്. പോപ്പുലാർ ട്രീസ് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള സോൾവൻറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ വില്ലോ ട്രീസ് പെട്രോളിയം ഹൈഡ്രോകാർബൺസിന് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Next is phytovolatization. Phytovolatization is a process by which certain plants can absorb volatile contaminants from soil and release them into the atmosphere in a less harmful form. Phytovolatization എന്ന പ്രോസസ്സ് വഴി നമ്മൾ certain plants volatile ആയിട്ടുള്ള കണ്ടാമിനൻസിനെ അക്യുമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള certain പ്ലാന്റ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് റിലീസ് ദം ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ഇൻ ദ ലെസ് ഹാർംഫുൾ ഫോം. ഫൈറ്റോവോളറ്റൈസേഷൻ എന്ന പ്രോസസ്സ് വഴി ചില പ്ലാന്റ്സിന് വോളറ്റൈൽ ആയിട്ടുള്ള കണ്ടാമിനൻസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ഗ്രോ ചെയ്തിട്ട് അങ്ങനെയുള്ള പ്ലാന്റ്സ് അതിനെ അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വോളറ്റൈൽ കോമ്പൗണ്ട്സിന് ലെസ് ഹാർംഫുൾ ഫോമിൽ. This method is often used for treating sites contaminated with volatile organic compounds or certain heavy metals. ഇത് സാധാരണയായിട്ട് നമ്മൾ വോളറ്റൈൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സോ ഹെവി മെറ്റൽസോ വെച്ച് അക്യുമുലേറ്റ് ചെയ്ത സൈറ്റ്സിനകത്താണ് ഫൈറ്റോവോളറ്റൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫൈറ്റോവോളറ്റൈസേഷനകത്ത് ചില പ്ലാന്റ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് ചില കോമ്പൗണ്ട്സിനെ അക്യുമുലേറ്റ് ചെയ്യാൻ, വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കണ്ടാമിനൻസിനെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ലെസ് ഹാർംഫുൾ ഫോമായിട്ട് അറ്റ്മോസ്ഫിയറിലോട്ട് റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതുവഴി നമ്മൾ വോളറ്റൈൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ലെസ് ഹാർംഫുൾ ഫോമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഹൈബ്രിഡ് പോപ്പുലാർ സീഡ്സ് ഫോർ വിഒസീസ് അല്ലെങ്കിൽ വോക്സ് ആൻഡ് ഇന്ത്യൻ മസ്റ്റാർഡ് ഫോർ സെലീനിയം. ഹൈബ്രിഡ് ആയിട്ടുള്ള പോപ്പുലാർ ട്രീസ് നമ്മൾ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അതാണ് VOC വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന് വേണ്ടിയിട്ടും ഇന്ത്യൻ മസ്റ്റാർഡ് നമ്മൾ സെലീനിയത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഫൈറ്റോവോളറ്റൈസേഷനാണ് ചെയ്യുന്നത് അവിടെ. നെക്സ്റ്റ് ഇസ് phytoscreening. Phytoscreening is the use of plants to detect and delineate the extent of contamination in soil or groundwater. Phytoscreening എന്ന് പറഞ്ഞ മെത്തേഡ് വഴി നമ്മൾ
ഡിറ്റക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തോരം കണ്ടാമിനേഷൻ സോയിലോ ഗ്രൗണ്ട് വാട്ടറിലോ എന്തോരം കണ്ടാമിനേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫൈറ്റോസ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഇൻഡിക്കേറ്റർ പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ദ സൈറ്റ് ആൻഡ് ദ റെസ്പോൺസ് ടു ദ കണ്ടാമിനേഷൻ ഇസ് ഒബ്സർവ്. ചില ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള പ്ലാന്റ്സിന് നമ്മൾ സൈറ്റിനകത്ത് ഗ്രോ ചെയ്യിക്കും, എന്നിട്ട് അവരുടെ റെസ്പോൺസ് കണ്ടാമിനേഷനിലുള്ള റെസ്പോൺസാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ചേഞ്ചസ് ഇൻ പ്ലാന്റ് ഹെൽത്ത് ഓർ അപ്പിയറൻസ് ക്യാൻ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് പൊല്യൂട്ടൻസ്. പ്ലാന്റിൻ്റെ ഹെൽത്തിലുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ അപ്പിയറൻസിൽ വരുന്ന ചേഞ്ചസോ വെച്ച് നമുക്ക് പൊല്യൂട്ടൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിളാണ് സൺഫ്ലവേഴ്സ് ഫോർ യുറേനിയം, വില്ലോ ട്രീസ് ഫോർ ട്രൈക്ലോറോ എത്തിലീൻ. സൺഫ്ലവർ യുറേനിയത്തിനും അതുപോലെ വില്ലോ ട്രീസ് ട്രൈക്ലോറോ എത്തിലീന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് phytomaining. Phytomining involves growing plants specifically for the purpose of accumulating valuable metals or minerals in their biomass. മൈനിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസിനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മൈനിങ് ചെയ്യുന്നത്. അപ്പോൾ ഫൈറ്റോ മൈനിങ്ങിനകത്ത് നമ്മൾ പ്ലാന്റ്സിനെ ചില സ്പെസിഫിക് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസിനെ അക്യുമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ വളർത്തും. അതുവഴി നമുക്ക് ആ വാല്യുബിൾ മെറ്റൽസിനെയും മിനറൽസിനെയും അവരുടെ പ്ലാന്റ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്കത് എടുക്കുകയും ചെയ്യാനായിട്ട് പറ്റും. Phytomining involves growing plants specifically for the purpose of accumulating valuable metals or minerals in their biomass. വാല്യുബിൾ ആയിട്ടുള്ള മെറ്റൽസിനെയും മിനറൽസിനെയും അവരുടെ ബയോമാസിൽ അക്യുമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫൈറ്റോ മൈനിങ് എന്ന് പറയുന്നത്. വൺസ് ഹാർവെസ്റ്റഡ് ദ പ്ലാന്റ് മെറ്റീരിയൽ ക്യാൻ ബി പ്രോസസ് ടു എക്സ്ട്രാക്ട് ആൻഡ് റീകവർ ദ വാല്യുബിൾ എലമെൻറ്റ്സ്. ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സിനെ റീകവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദിസ് മെത്തേഡ് ഇസ് നോട്ട് എറ്റ് വൈഡ്ലി പ്രാക്ടീസ് ബട്ട് ഹോൾഡ്സ് പ്രോമിസ് ഫോർ റിസോഴ്സ് റിക്കവറി ഫ്രം മെറ്റൽ റിച്ച് സോയിൽസ്. ഇതിപ്പോഴും ഒരു വൈഡ്ലി പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല, പക്ഷേ റിസോഴ്സ് റീകവറി മെറ്റൽ റിച്ച് ആയിട്ടുള്ള സോയിൽസിൽ നിന്നൊരു പ്രോമിസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഫൈറ്റോ മൈനിങ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് അലൈസം സ്പീഷീസ് ഫോർ നിക്കൽ ആൻഡ് ഫേൺസ് ഫോർ ഗോൾഡ്. താങ്ക് യു.